Welcome to Make Apple Creation. I am your favorite chef EK. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വളരെ എളുപ്പത്തിൽ ആപ്പിൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാബ്ലറാണ്. അപ്പം ഒരുപാട് പേർക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും കാണില്ല. വളരെ ഈസി ആയിട്ട് വീട്ടിൽ രണ്ടോ മൂന്നോ ആപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഡെസേർട്ടാണ് ആപ്പിൾ കാബ്ലർ. അപ്പം അതെങ്ങനെയാണ് ഈസി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം here is the recipe. Let's go to the bake shop. അപ്പോൾ ആദ്യമേ നമുക്ക് 3 ആപ്പിൾ പീൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആപ്പിൾ അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് ഇനി നമ്മൾ പോകുന്ന കുക്ക് ടോപ്പിൻ്റെ മുകളിലാണ്. ഇനിയാണ് നമ്മൾ സോത്തേ ചെയ്തെടുക്കണം. ചെറുതായിട്ട് ആ ആപ്പിൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയണം, സാധാരണ ഗ്രീൻ സ്മിത്ത് ആപ്പിൾ, അതായത് ഗ്രീൻ ആപ്പിളാണ് കൂടുതലും നമ്മൾ കാബ്ലറിന് ഉപയോഗിക്കുന്നത്. പക്ഷേ ഏത് ആപ്പിൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഓഫ് ബട്ടർ ഒന്ന് ചെറുതായിട്ട് മെൽറ്റായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഈ ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ ബട്ടറും അതുപോലെ തന്നെ ബ്രൗൺ ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് തന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ആപ്പിൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ആ കൂട്ടത്തിൽ 1 ടീസ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ട സിന്നമൺ പൗഡറാണ്. പക്ഷേ 1/2 ടീസ്പൂണാണ്, 1/4 ടീസ്പൂണാണ് എൻ്റെ ഇരിക്കുന്നത്. പക്ഷേ 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ്. അപ്പം 8/1 എന്ന റേഷ്യോയിൽ എടുത്താൽ മതി സിന്നമൺ പൗഡർ കേട്ടോ. 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1/4 കപ്പ് വാട്ടർ. അപ്പോൾ ആപ്പിൾ ചെറുതായിട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്ലറി, അപ്പോൾ കോൺഫ്ലവറിനെയും വാട്ടറിനെയും മിക്സ് ചെയ്യുന്നതിന് സ്ലറി എന്നാണ് കേട്ടോ പറഞ്ഞത്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏത് കൺസിസ്റ്റൻസിയാണ് ആപ്പിൾ റെഡി ആയെന്ന് നമുക്കറിയണം. ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു, ആ ആപ്പിൾ ഹാഫ് ദ വേ കുക്ക്, അതായത് ചെറുതായിട്ടൊന്ന് സൊത്തയായി കഴിയുമ്പോൾ തന്നെ നമ്മൾ കോൺഫ്ലോർ ഒഴിച്ച് തിക്കാവുന്ന ആ കൺസിസ്റ്റൻസിയിൽ ആണ് നമുക്ക് എടുത്ത് മാറ്റേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിന് മുകളിൽ ഇടാനുള്ള സ്ട്രൂസിൽ ആൽമണ്ട് സ്ട്രൂസിലാണ് നമുക്ക് ചെയ്യുന്നത്. ആൽമണ്ട് സ്ട്രൂസിൽ ഇല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യമില്ല. സാധാരണ ഫ്ലവർ ഉപയോഗിച്ചാണെങ്കിലും അല്ലെങ്കിൽ മൈദ ഉപയോഗിച്ചാണെങ്കിലും ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് സ്ട്രൂസിൽ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. 1/3 കപ്പ് ആൽമണ്ട് പൗഡർ, 1/3 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ സിന്നമൺ പൗഡർ, 2 ടേബിൾ സ്പൂൺ ബട്ടർ, 1/4 കപ്പ് ഷുഗർ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തൊരു ക്രംബ് പരുവത്തിലാക്കി എടുക്കുക. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ സ്ട്രൂസിൽ റെഡിയായി, നമ്മുടെ ആപ്പിൾ ഫില്ലിങ് റെഡിയായി. നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് ബേസ് ഇടണം. ബേസിൽ സാധാരണ നമ്മൾ വീട്ടിൽ കട്ട് ചെയ്യുന്ന കേക്കിൻ്റെ സ്പോഞ്ചിൻ്റെ മിച്ചയില്ലേ, അതിട്ടാൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഫുള്ള് കേക്ക് ഇരിക്കുന്നത് സ്പോഞ്ച് വാനിലയുടെ ആണ്. ഇപ്പോൾ വാനിലയുടെ ചോക്ലേറ്റ് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ചെറുതായിട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് ബേസ് ഇടാം. അതിന് കാരണം എന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മളിത് എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ, അതിന് വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് ഏകദേശം ഒരു 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യണം നമ്മുടെ ഓവനിൽ കേട്ടോ. അതിന് കാരണം വെച്ചാൽ മോൾഡിലൊരു ലൈറ്റ് ബ്രൗൺ കളർ വരെ ആകുന്നവരെയാണ് നമുക്ക് ബേക്ക് ചെയ്യേണ്ടത് കേട്ടോ.
അപ്പം ആപ്പിൾ കാബ്ലർ ഉണ്ടാക്കിയത് എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും കണ്ടത്. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കാൻ സാധിക്കുന്നതാണ് ആപ്പിൾ കാബ്ലർ കേട്ടോ. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് ബിൻ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിംഗ് കുറിച്ച് അറിയാൻ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. സീ യു നെക്സ്റ്റ് ടൈം.